ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിയിൽ നമ്മളെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ അലോയി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അലോയി സെറ്റ് ചെയ്താണ്, സൈഡ് സ്കേർട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ സൈഡ് സ്കേർട്ട് സെറ്റ് ചെയ്തപ്പോഴത്തേന് സാധനം വേറെ ലുക്കിലേക്കാണ് മാറാൻ പോയിട്ടുള്ളത്. നമ്മൾ സൈഡ് സ്കേർട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ വണ്ടീൻ്റെ ലുക്ക് ആകെ ഫുൾ ചേഞ്ചായി. അപ്പോൾ നമ്മൾ സൈഡ് സ്കേർട്ട് വാങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചയായി. പക്ഷെ നമ്മൾ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല. ഇനി സാധനം വാങ്ങിയിട്ട് കുറേ കാലമായി. ഇനി പക്ഷേ സൈഡ് സ്കേർട്ട് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഒഴിവും കിട്ടിയില്ല. അതേപോലെ തന്നെ നമ്മൾ ആ സാധനം ഒന്ന് പൊക്കിയിട്ടൊക്കെ വേണം നമുക്ക് സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സൈഡ് സ്കേർട്ട് ഇന്ന് ഫുള്ള് ഫിറ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഏതായാലും സൈഡ് സ്കേർട്ടിന് വേണ്ടി നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ അയച്ചിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാന്നുള്ള, ഡ്രമ്മിന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാന്നുള്ളതിലാണ് നമ്മൾ ഏതായാലും ടയറും കാര്യങ്ങളൊക്കെ അയച്ച്. അപ്പം സാധാരണ ഇപ്പം ഈ ഒരു ലുക്കിലേക്കാണ് മാറിയിട്ടുള്ളത്. വണ്ടീൻ്റെ ലുക്ക് പഴയതിൽ നിന്നും നല്ല ആ ഒരു ഫുൾ മാറിയിട്ടാണ്. ആ സൈഡ് സ്കേർട്ട് കൂടി വന്നപ്പം ഏകദേശം നല്ലൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്കിന് പോവാണ്, മാഹിയിലാണ് ഉള്ളത്. അപ്പം വണ്ടീൻ്റെ ലുക്ക് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കി. ഏകദേശം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. സൈഡ് സ്കേർട്ട് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ, അതേപോലെ ആ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടി ഒരു പ്രത്യേക ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുകളിൽ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ സ്റ്റിക്കറോ ഒട്ടിക്കണം. അതേപോലെ 2 സൈഡ് മിറർ ഉണ്ട്, ആ മിറർ ഒന്ന് ബ്ലാക്ക് ആക്കണം. അതേപോലെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂളിങ് ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്ക് ഇനി ബാക്കിയുണ്ട് നമ്മളെ വണ്ടിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വണ്ടീൻ്റെ കണ്ടില്ലേ, ഏകദേശം ഓവറോൾ ലുക്ക് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിന് പോയതാണ്. ഏകദേശം മാഹിയിലാണ് പോയിട്ടുള്ളത്. തലശ്ശേരിയാണ് വർക്ക്. അപ്പോൾ തലശ്ശേരി വർക്കിന് വന്നതാണ്. അപ്പം ജസ്റ്റ് വണ്ടീൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് വർക്കിന് പോകാമെന്നുള്ളതിൽ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഒന്ന് സൈഡാക്കിയതാണ് വണ്ടി. എന്തായാലും നമുക്ക് ഇനി ചെയ്യാനുള്ള അത്യാവശ്യം വർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കയറ്റാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ചാവിന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒരു ബട്ടൺമേലാക്കണം എന്നുള്ളൊരു പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമ്മൾ അധികം വൈകാതെ നമ്മൾ അതിലും ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. അതും പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും ഇതിൽ പല കാര്യങ്ങളും ചെയ്യും. ഓരോരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ വീഡിയോയിലല്ല, നമ്മൾ കാറിൽ പല തരത്തിലുള്ള സംഭവങ്ങളും നമ്മളെ കാറിൽ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാ വർക്കുകളും നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടിൻ്റെ ആ ഒരു ഡ്രമ്മിൽ റെഡ് പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ വണ്ടി ഓവറോൾ സംഭവം വേറെ ലുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഒരു ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റാണ്ട്, ഒരു ഹെഡ്ലൈറ്റ് ഏകദേശം മങ്ങിയിട്ടുണ്ട്. മറ്റേ ഹെഡ്ലൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. മറ്റേ ഹെഡ്ലൈറ്റ് അത്യാവശ്യം പുതിയ ഹെഡ്ലൈറ്റാണ്, പക്ഷേ ഒരു ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാണ്ട്. ബമ്പറിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലൊക്കെ ഒന്ന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട്. അതേപോലെ സൈഡ് സ്കേർട്ടിന് ഒന്ന് പുട്ടിയിട്ട് ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മളെ ഭാവി പ്ലാനിങ് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വണ്ടിമേൽ ഇനിയും നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സൈഡ് സ്കേർട്ട് ഫിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയില്ല ഇനി. അപ്പം പിന്നെ നമ്മൾ ഒന്നുകൂടി ചേഞ്ച് ചെയ്തിട്ട് സൈഡ് സ്കേർട്ട് ഒന്നുകൂടി സെറ്റാക്കിയിട്ട് സൈഡ് സ്കേർട്ട് സെറ്റാക്കിയാണ്. അപ്പോൾ സാധനം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കി വീഡിയോ ഇങ്ങനെ ഉണ്ടാവും, ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വീഡിയോ ഒന്ന് സെറ്റാക്കി കേട്ടോ.